ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ അശ്വിൻ മുറിയിലിരുന്ന് ശ്രുതിയെ വിവാഹം ചെയ്ത കാര്യങ്ങളും ശ്രുതിയെ ഷ്യാമിനെ ടെറസിൽ വെച്ച് കണ്ട കാര്യങ്ങളൊക്കെ ആലോചിച്ചിങ്ങനെ ദേഷിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ശ്രുതി മുറിയിലേക്ക് വന്നിട്ട് കിടക്കാനുള്ള ബെഡ്ഷീറ്റ് എടുക്കാനായിട്ട് വരുന്നു. എന്നിട്ട് അശ്വിനെ തുറച്ചൊന്ന് നോക്കുന്നുണ്ട്. രണ്ടുപേരും ദേഷിച്ച് മാറി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിയിട്ട് പെട്ടെന്ന് ശ്രുതി ബെഡ്ഷീറ്റ് എടുത്ത് ബാൽക്കണിയിലേക്ക് പോകുമ്പോൾ ബെഡ്ഷീറ്റിൻ്റെ സൈഡ് തട്ടിയിട്ട് ഒരു ഫ്ലവർ വൈസ് താഴെ വീണ് പൊട്ടുകയാണ്. ഇത് കണ്ടിട്ട് അശ്വിൻ ദേഷ്യത്തിൽ ശ്രുതിയോട് പറയുകയാണ്, വാട്ട് ദ ഹെൽ, ഈ മുറിയിലെ സാധനങ്ങളെല്ലാം ബാക്കിയുള്ളവരുടെ ജീവിതം നശിപ്പിച്ച പോലെ നശിപ്പിക്കാന്ന് നീ ആർക്കെങ്കിലും വാക്ക് കൊടുത്തിട്ടുണ്ടോ? അപ്പോൾ ശ്രുതി മനസ്സിൽ പറയുകയാണ്, അങ്ങനെ വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അശ്വിൻ പറയും, നീ എന്താ പുറു കൊടുക്കുന്നത്? എന്താണെങ്കിലും തുറന്നു പറയും, ബാക്കിയുള്ളവർക്ക് മനസ്സിലാവണം. അപ്പോൾ ശ്രുതി പറയുകയാണ്, ഓഹോ, നിങ്ങൾക്ക് മനസ്സിലാവൂ, മറ്റുള്ളവരുടെ മനസ്സിൽ എന്താണെന്നോ അവരുടെ ഫീലിങ്സ് എന്താണെന്നോ മനസ്സിലാക്കാനുള്ള ശേഷി നിങ്ങൾക്കുണ്ടോ? അതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവാനേ പോകുന്നില്ല. ഒറ്റ രാത്രി കൊണ്ട് നിങ്ങൾ എൻ്റെ ജീവിതം തന്നെ നശിപ്പിച്ചല്ലോ. നിങ്ങളുടെ ദേഷ്യവും വാശിയും കൊണ്ട് നശിച്ചത് എൻ്റെ ജീവിതമാണ്. എനിക്കിപ്പോൾ കുട്ടിക്കാലത്തെ പോലെ ആരുമില്ലാതായി, ഞാനൊരു അനാഥയായി. എൻ്റെ അച്ഛനും അമ്മയ്ക്കും എന്നെ വേണ്ട. ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ആർക്കും ഇപ്പോൾ എന്നെ ഇഷ്ടമല്ല. എല്ലാത്തിനും കാരണക്കാരൻ നിങ്ങൾ മാത്രമാണ്. എന്നെ വീണ്ടും വീണ്ടും അനാഥയാക്കിയപ്പോൾ നിങ്ങൾക്ക് സന്തോഷമായില്ലേ? അതുപോലെ എനിക്കും സന്തോഷമായി. ആ സന്തോഷത്തിലാണ് ഞാൻ ഇതൊക്കെ എറിഞ്ഞു പൊട്ടിക്കുന്നത്. ഇനി എനിക്ക് സന്തോഷത്തിൽ എനിക്ക് ഇഷ്ടമുള്ള എല്ലാം ചെയ്യും. നിങ്ങളുടെ ഭാര്യയായിട്ട് ഈ വീട്ടിൽ കഴിയേണ്ടതല്ലേ? എല്ലാവരെയും ബോധിപ്പിക്കേണ്ടതല്ലേ? അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ളതെല്ലാം ഞാൻ ചെയ്യും. അപ്പോൾ അശ്വിൻ പറയുകയാണ്, എന്നെ ചലഞ്ച് ചെയ്യാനാണോ നിന്റെ ഭാവം? അപ്പം ശ്രുതി പറയുകയാണ്, നിങ്ങളെ ചലഞ്ച് ചെയ്യേണ്ട ആവശ്യം എനിക്കെന്താ? നിങ്ങളോട് മത്സരിക്കുന്ന എല്ലാവരും ജയിക്കുന്നതല്ല നിങ്ങളുടെ പ്രശ്നം. അവരെല്ലാം സങ്കടപ്പെടണം. സങ്കടപ്പെട്ട് നിങ്ങളുടെ കാൽ കീഴിൽ തന്നെ കിടക്കണം. അവരനുഭവിക്കുന്നത് കണ്ട് നിങ്ങൾക്ക് ആനന്ദിക്കണം. അതാണ് നിങ്ങളുടെ സ്വഭാവം. അശ്വിൻ ദേഷ്യത്തിൽ പറയുകയാണ്, അതെ, നിന്റെ സങ്കടം കാണണം, നിന്റെ ദുഃഖം കണ്ട് എനിക്ക് ആനന്ദിക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ ഇതെല്ലാം ചെയ്തത്. എനിക്ക് നിന്നെ അത്രയ്ക്ക് വെറുപ്പാണെന്ന് പറയുമ്പോഴാണ് ശ്രുതി പറയുകയാണ്, നിങ്ങൾ എന്നെ എത്ര വെറുക്കുന്നു അതിൻ്റെ ഇരട്ടി ഞാൻ നിങ്ങളെ വെറുക്കുന്നുണ്ട്. അപ്പോൾ അശ്വിൻ ദേഷ്യത്തിൽ, നീ എന്താ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അടുത്തേക്ക് ചെല്ലുമ്പോൾ ശ്രുതി പറയാം, ഞാൻ നിങ്ങളുടെ ഭാര്യയാണ് മറ്റുള്ളവരുടെ മുന്നിൽ. അതങ്ങനെ അല്ലെന്ന് ബോധിപ്പിക്കണമെങ്കിൽ നിങ്ങൾ ബഹളം വെച്ചോ. എന്നിട്ട് അശ്വിനാണെങ്കിൽ ഒന്നും മിണ്ടാതെ ശ്രുതിയെ തന്നെ ഇങ്ങനെ തുറിച്ച് നോക്കി നിൽക്കുകയാണ്. ശ്രുതി ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോകുന്നു. ശ്രുതി കൃഷ്ണൻ്റെ ഒരു വിഗ്രഹം എടുത്ത് കയ്യിൽ വെച്ചിട്ട് പറയുകയാണ്, എൻ്റെ കുട്ടി കൃഷ്ണ, നീ ചിരിച്ചോ? നീ എന്നെ ഇപ്പോൾ സങ്കടപ്പെടുത്തുന്നവരുടെ കൂട്ടത്തിൽ തന്നെയാണല്ലോ നീയും. നിന്നെ ഞാൻ എത്ര വട്ടം, ഒരു ദിവസം തന്നെ എത്ര വട്ടം എൻ്റെ കുട്ടി കൃഷ്ണ എന്ന് ഞാൻ പറയാറുണ്ട്. എന്നിട്ടും നീ അശ്വിൻ സായിറാമിനെ പോലെ എന്നെ സങ്കടപ്പെടുത്തുന്നവരുടെ കൂട്ടത്തിലല്ലേ ഇപ്പോൾ? നിനക്ക് കൈ നിറയെ വെണ്ണയും പിന്നെ പൂക്കൾ വെച്ച് നേതിക്കാറൊക്കെ ഇല്ലേ ഞാൻ? എന്നിട്ട് നീ എന്നോട് എന്തായി കാണിക്കുന്നത്? എൻ്റെ സങ്കടം കാണാനാണ് നിനക്കിഷ്ടം. ഇനി ഒന്നുമില്ല, ഇനി നിനക്ക് ഒന്നും തരില്ല. എനിക്ക് മറ്റൊരു കൂട്ടുകാരനെ കിട്ടുമെന്ന് നോക്കട്ടെ. നിന്നെ എൻ്റെ കൂട്ടുകാരനായിട്ട് ഞാൻ ഇനി കൂട്ടില്ല. എൻ്റെ സങ്കടങ്ങൾ പറയാൻ ഞാൻ ഇനി പുതിയ കൂട്ടുകാരനെ കണ്ടെത്തുന്നൊക്കെ ശ്രുതി ഇങ്ങനെ സങ്കടം പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അടുത്തതായിട്ട് കാണിക്കുന്നത് അഞ്ജലി രാമേട്ടനോട് പറയുകയാണ്, രാമേട്ട, കുറച്ചധികം ചോറും കറികളും ഒക്കെ വെക്കണം. ഇവിടെ കുറച്ച് ഗസ്റ്റൊക്കെ കാണും. ഈ സമയം മനോരമ അഞ്ജലി അടുത്തേക്ക് വിളിച്ചിട്ട്, അഞ്ജലി ബേബി സിറ്റ്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ടോക്ക് ചെയ്യാനുണ്ട്. അല്ല, ഇവിടെ വരുന്ന ഗസ്റ്റുകൾ പുതുപ്പെണ്ണിനെയും പുതുച്ചെറുക്കനെയും കാണാനല്ലേ വരുന്നത്? ഏത് പെണ്ണിനെയും ചെറുക്കനെയും ഏത് കപ്പിൾസിനെ കാണിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എന്താ ആൻറ്റി അങ്ങനെ ചോദിച്ചതെന്ന് അഞ്ജലി ചോദിക്കുമ്പോൾ മനോരമ പറയാണ്, വാട്ട് ഈസ് സില്ലി, നാം എല്ലാവരുടെയും അനുവാദത്തോടും അനുഗ്രഹത്തോടും ആശീർവാദത്തോടും കല്യാണം കഴിച്ചതാണ് എൻ്റെ സണ്ണും പ്രീതിയും. അതുപോലെ അല്ലല്ലോ അനദർ കപ്പിൾ. വേർ ഈസ് ദ കപ്പിൾ, വാട്ട് ഈസ് ദ പൊസിഷൻ? അല്ലെങ്കിൽ തന്നെ പ്രീതിയുടെ കൂടെ ഇവള് നിൽക്കുമ്പോൾ ഇവൾ ആരാന്ന് ചോദിച്ചാൽ നമ്മളെന്ത് പറയും? അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ വരുന്ന ഗസ്റ്റിൻ്റെ മുന്നിൽ ഇവൾ വരാൻ പാടില്ല. ഇനി ഗസ്റ്റ് വന്ന് പുറത്ത് പോയതിന് ശേഷം മാത്രമേ നീ ഇങ്ങോട്ട് ഇറങ്ങി വരാവൂ എന്ന് ശ്രുതിയോട് പറയുന്ന കേൾക്കുമ്പോൾ ഇത് കേട്ടുകൊണ്ട് വന്ന മുത്തശ്ശി പറയാം, അതെന്താ മനോരമ നീ അങ്ങനെ പറഞ്ഞത്? മനോരമ പറയാം, അത് പിന്നെ അമ്മേ, ഇവളെ കണ്ടാലല്ലേ ഇവൾ ആരാണെന്ന് ചോദിക്കൂ. ഇവളാകത്തിരുന്നാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. അപ്പോൾ മുത്തശ്ശി പറയുകയാണ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അല്ലേ തന്നെ ഈ കുടുംബത്തിലുള്ള ആരും കള്ളം പറയാറില്ല. കള്ളം പറയാതെ സത്യം പറഞ്ഞാൽ പോരെ. അല്ലെങ്കിൽ തന്നെ നീ ഇതിന് മറുപടി കൊടുക്കണ്ട. അവരോട് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞോളാം. ഇവളുടെ ഇവിടുത്തെ സ്ഥാനവും ഞാൻ പറഞ്ഞോളാം. പിന്നെ നിനക്കുള്ള സാരി ഞാൻ എടുത്തു തരാം. നീ റൂമിലേക്ക് പൊക്കോ എന്ന് പറഞ്ഞാൽ ശ്രുതിയെ പറഞ്ഞു വിടുന്നു. അപ്പോൾ അഞ്ജലിയും ശ്രുതിയുടെ പുറകെ പോകുന്നു. ഈ സമയം മനോരമ മുത്തശ്ശിയെടുത്ത് പറയുകയാണ്, അമ്മേ, സെവറൽ ടൈംസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും മുന്നിൽ വെച്ച് എന്നെ സ്മാളായി കാണരുതെന്ന്. ഒന്നും അല്ലെങ്കിലും ഞാൻ അമ്മയെപ്പോലൊരു അമ്മായിയമ്മയല്ലേ? അപ്പോൾ മുത്തശ്ശി പറയുകയാണ്, ആ മാന്യതയാണ് ഞാൻ നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ നിനക്ക് തോന്നിയാൽ ഒരിക്കലും ഞാൻ ഇങ്ങനത്തെ സംസാരത്തിന് വരില്ല. അപ്പോൾ ഞാൻ ഒന്നിനും ഇല്ലേ എന്നും പറഞ്ഞിട്ട് മനോരമ അവിടെ നിന്ന് പോകുന്നു. ഈ സമയം അഞ്ജലി ആണെങ്കിൽ ശ്രുതിയെ കാണാത്തത് കൊണ്ട് അശ്വിൻ്റെ കയ്യിലൊരു വള കൊടുത്തിട്ട് പറയാം, ഇത് അമ്മ ഈ കുടുംബത്തിലെ മൂത്ത മരുമകൾക്കായിട്ട് തന്നതാ.
ഇതിപ്പോൾ നിൻ്റെ ഭാര്യയ്ക്കാണ് ചേരുന്നത്, അതുകൊണ്ട് നീ തന്നെ നിൻ്റെ ഭാര്യയ്ക്ക് തന്നെ കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് അശ്വിൻ്റെ കയ്യിൽ ഒരു വള കൊടുക്കുന്നു. ഇതെല്ലാം കണ്ടിട്ട് മനോരമ പറയും, ദൈവമേ, അനിയത്തിയും ചേട്ടത്തിയും ഈ കുടുംബത്തിലെ എല്ലാ സ്വത്തുക്കളും സ്വന്തമാക്കുവാണല്ലോ, അതിന് ഞാൻ സമ്മതിക്കില്ല. എന്തായാലും രണ്ടിനെയും ഒരു നിലയ്ക്ക് എത്തിക്കണോ എന്നിങ്ങനെ മനോരമ പറഞ്ഞു നിൽക്കുകയാണ്. അടുത്തതായിട്ട് കാണിക്കുന്നത് പ്രീതിയാണെങ്കിൽ ശ്രുതി കൊടുത്ത ഓരോ ഗിഫ്റ്റുകളൊക്കെ നോക്കിയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആകാശം എന്നിട്ട് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ പ്രീതി മിണ്ടാതെ നിൽക്കുമ്പോൾ ആകാശം പറയാം, ശ്രുതിയെ പറ്റി ആലോചിച്ചാണ് അല്ലേ. പ്രീതി പറയുകയാണ്, ഞാൻ അവളോട് പിണങ്ങിയാലും 1-2 മണിക്കൂർ മാത്രമാണ് മിണ്ടാതിരുന്നിട്ടുള്ളത്. ആദ്യമായിട്ടാണ് ഇത്രയും ദിവസം അവളോട് പിണങ്ങിയിരിക്കുന്നത്. എല്ലാവരും അവളോട് പിണങ്ങിയില്ലേ, അവൾ എന്തിനാ ഇങ്ങനെ ചെയ്തത്? അപ്പോൾ ആകാശം പറയാം, നമ്മുടെ കല്യാണത്തിന് വരെ സപ്പോർട്ട് ചെയ്തത് ശ്രുതിയല്ലേ, അപ്പോൾ ചേട്ടനും ശ്രുതിയും ഇതൊക്കെ ചെയ്യണമെങ്കിൽ അവരുടെ ഭാഗത്ത് എന്തെങ്കിലും കാണും. അപ്പോൾ പ്രീതി പറയുകയാണ്, എങ്കിൽ പിന്നെ ഞങ്ങളൊക്കെ ചോദിച്ചാൽ അവർക്ക് അതിനുള്ള മറുപടി പറഞ്ഞൂടെ, അവരെന്തിനെങ്ങനെ ഒളിപ്പിച്ചു വെക്കുന്നത്? അപ്പോൾ ആകാശ് പറയുകയാണ്, അവരങ്ങനെ മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് അതിൻ്റേതായ കാരണങ്ങൾ കാണും, എന്നായാലും അത് പുറത്തു വരും. ഇതൊക്കെ കേട്ടിട്ട് പ്രീതി കരയുന്ന കാണുമ്പോൾ പെട്ടെന്ന് മനോരമ അടുത്തേക്ക് വന്നിട്ട്, എന്തായത് നീ കരയുന്നോ? എല്ലാവരെയും കൊണ്ട് നീ എന്നെ കൊണ്ട് പറയിപ്പിക്കുമോ അമ്മായിമ്മ പോര് തുടങ്ങിയെന്ന്? ദേ, അവരൊക്കെ വരുമ്പോൾ അവരുടെ മുന്നിൽ പ്ലേ ചെയ്ത് ഹാപ്പി ആയിട്ടിരിക്കണമെന്ന്, അതായത് കളിച്ച് ചിരിച്ചിരിക്കണമെന്ന്. അപ്പോൾ പ്രീതി കണ്ണീരുടക്കുമ്പോൾ ആകാശിനോട് മനോരമ പറയുകയാണ്, ദേ, ഇതൊക്കെ നിനക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുത്തൂടെ ആകാശ്, ഞാൻ അതെല്ലാം പറഞ്ഞു കൊടുക്കാമെന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനോരമ പറയുകയാണ്, പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് ഒരു കുഴപ്പമില്ലാതെ ഇവിടെ നിൽക്കണം, എല്ലാത്തിനും എൻ്റെ കയ്യിൽ തന്നെ എത്തണമല്ലോ എന്ന് പറഞ്ഞിട്ട് മനോരമ അവിടെ നിന്ന് പോകുന്നു. ആകാശം പ്രീതിയും പരസ്പരം നോക്കി നിൽക്കുകയാണ്. അടുത്തതായിട്ട് കാണിക്കുന്നത് ശ്രുതി മുറിയിൽ എന്തോ ആലോചിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് അഞ്ജലി മനോരമ അവിടേക്ക് വരുന്നു. എന്നിട്ട് മനോരമ പറയാം, എന്താടി ഇങ്ങനെ ആലോചിച്ച് കൂട്ടുന്നത്, അടുത്ത ബോംബ് എപ്പോൾ പൊട്ടിക്കാമെന്നാണോ? മനോരമ പറയാം, അഞ്ജലി ബേബി ആ സാരി അങ്ങ് കൊടുക്ക്. എന്നിട്ട് ശ്രുതിയോട് പറയുകയാണ്, ദേ, ആ സാരി കൊടുത്തിട്ട് ഇവിടെ റെഡി ആയിട്ട് ഇരിക്കണം, ഇവിടെ തന്നെ ഇരുന്നാൽ മതി, വേറെ അങ്ങോട്ടും വരണ്ട. പിന്നെ ഇതൊന്നും നിനക്ക് അർഹതപ്പെട്ടതൊന്നും അല്ല, പിന്നെ ഞങ്ങളുടെ മാന്യതയ്ക്ക് ഇതൊക്കെ നിനക്ക് തരുന്നതേ ഉള്ളൂ. അഞ്ജലി ഈ സമയം ശ്രുതിയുടെ കൈകളിൽ ആ വളയുണ്ടോ എന്ന് നോക്കിയിട്ട്, അല്ല, ഞാൻ കുഞ്ഞിൻ്റെ കയ്യിൽ കൊടുത്തുവിട്ട് ആ വള കുഞ്ഞൻ തന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി ഇല്ലെന്ന് പറയുമ്പോൾ പെട്ടെന്ന് അഞ്ജലി പറയാം, ഞാൻ പ്രത്യേകം അവനോട് പറഞ്ഞതാ ആ വള ശ്രുതിയെ ഏൽപ്പിക്കണമെന്ന്, ഞാൻ കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് അത് വാങ്ങിയിട്ട് വരാം, നീ റെഡിയായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞിട്ട് അഞ്ജലി അവിടെ നിന്ന് പോകുന്നു. ഈ സമയം ശ്രുതിയാണെങ്കിൽ കവറിലെ സാരി നോക്കുമ്പോൾ മനോരമ പറയണം, ആ നോക്കിക്കോ, ആദ്യമായിട്ട് കിട്ടുന്നതല്ലേ. ഈ സമയം മനോരമ ബാൽക്കണിയിൽ ബെഡ്ഷീറ്റ് ഇരിക്കുന്നുണ്ട്, പെട്ടെന്ന് അങ്ങോട്ട് പോകുന്നു. ഇതെല്ലാം ശ്രുതി ശ്രദ്ധിക്കുന്നുണ്ട്. ശ്രുതി പേടിച്ച് നിൽക്കുകയാണ്. മനോരമ അവിടെ ചെന്ന് ബെഡ്ഷീറ്റ് നോക്കിയിട്ട്, ഇത് ബെഡ്ഷീറ്റും പില്ലോ കവറും ഉണ്ടല്ലോ, എന്തൊക്കെയോ ഇവിടെ നടക്കുന്നുണ്ടല്ലോ, കുഞ്ഞിനെന്തായാലും ഇവിടെ പുറത്ത് കിടക്കില്ല, പിന്നെ ശ്രുതി ആയിരിക്കുമോ, എന്തോ ഉണ്ടല്ലോ, എന്തൊക്കെയോ ഇവിടെ നടക്കുന്നുണ്ട്, കണ്ടുപിടിക്കണം. എന്നിട്ട് മനോരമ അകത്തേക്ക് ചെന്നിട്ട് ശ്രുതിയെ തന്നെ രൂക്ഷമായിട്ട് നോക്കുന്നു. ശ്രുതി ഒന്ന് പേടിച്ച് നിൽക്കുകയാണ്. ഇതെല്ലാം കണ്ടിട്ട് മനോരമയ്ക്ക് എന്തോ ഡൗട്ട് അടിച്ചിട്ട്, വേഗം റെഡിയായിട്ട് നിൽക്ക് എന്ന് പറഞ്ഞിട്ട് മനോരമ അവിടെ നിന്ന് പോകുന്നു. ശ്രുതി ആകെ പേടിച്ച് നിൽക്കുകയാണ്. ഇവിടെ വെച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.